അങ്ങനെ ബിഗ് ബോസിന്റെ മുമ്പിൽ വെച്ച് അനുമോൾ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയസ് റോക്കേഴ്സ്. പിള്ളേരെ സുഖമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അനുമോൾ കുറച്ച് ദിവസം വളരെ വിഷമത്തിൽ വളരെ 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 തളർന്ന് ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പട്ടായ ഗേൾസിന്റെ തമ്മിലുള്ള ഒരു അടിയെ കുറിച്ചാണ്. അപ്പോൾ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് മെയിനായിട്ട് എല്ലാവരോടും ചോദിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്നു, എന്ത് തോന്നുന്നു എന്ന് ചോദിക്കാനാണ് വിളിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അനുമോൾ വളരെ വിഷമത്തിലാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അനുമോൾ മനസ്സ് തുറക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴും മനസ്സ് തുറന്നില്ല. പിന്നെയും തുറക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെയും തുറന്നില്ല. പിന്നെയും തുറക്കുന്നില്ല. പുള്ളിക്കാരെ ആ വിഷമം അങ്ങ് തുറന്ന് പറയാണ്ടത് അകത്ത് തന്നെ അടച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കാം. സത്യം പറഞ്ഞാൽ ഈ വിഷമങ്ങൾ ഇങ്ങനെ ബിഗ് ബോസിനോട് ഷെയർ ചെയ്യുമ്പോഴാണ് പേഴ്സണലി നമുക്കൊരു റിലാക്സേഷൻ കിട്ടിയിട്ട് പിന്നെ മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അനുമോൾ ഇപ്പോൾ ഇന്നലെ സാഡ്, ഇന്നത്തെ ലൈവിൽ ഫുള്ള് സാഡായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകാന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നെഗറ്റീവ് തന്നെയാണ് അനുമോൾക്ക് സംഭവിക്കുക. അതുപോലെ തന്നെ വോട്ടും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ശ്രമിക്കണമെന്ന് പറഞ്ഞാൽ അനുമോൾ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ബിഗ് ബോസ് അത്രയും ചോദിച്ചിട്ടും അനുമോൾ മനസ്സ് തുറക്കുന്നില്ലായിരുന്നു. പിന്നെ ഒടുവിൽ കുറേ ഇങ്ങനെ ചോദിച്ച് ലാസ്റ്റ് പറയുവാണ്, ഞാൻ പി ആറിന്റെ ബലത്തിലാണോ ബിഗ് ബോസ് ഇത്രയും കാലം ബിഗ് ബോസ് വീട്ടിൽ നിന്നത് എന്നൊക്കെ ചോദിക്കും. ബിഗ് ബോസ് പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, പി ആറിന്റെ ബലത്തിൽ ഇവിടെ ഒരാൾക്കും നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ, ആദിലെ നൂറ് എൻ്റെ അനിയത്തികളെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് വളരെ അടുത്ത ഫ്രണ്ട്സിനെ പോലെ ഞാൻ കരുതിയത്, അവരെന്തിനിങ്ങനെ എന്നോട് ചെയ്യുന്നു, ഞാൻ ആ മനസ്സാൽ കൃപയിൽ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനുമോളുടെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മനസ്സ് തുറന്ന് തന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് ഒരു പൊട്ടിക്കരച്ചിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കരുത്. കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.